എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ ഒരു പൈനാപ്പിൾ പായസം റെഡിയാക്കിയെടുക്കാം. ഇത്രയും വലിപ്പമുള്ളൊരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പൈനാപ്പിൾ ആയിരിക്കണം പായസത്തിന് എടുക്കേണ്ടത്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് 1/4 കപ്പ് ചവ്വരി 1 മണിക്കൂർ മുമ്പ് സോക്ക് ചെയ്യാനിട്ടിരുന്നു. അത് ഊറ്റിയെടുത്ത ശേഷം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി കുക്കറിലേക്കിട്ട് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് 4 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ചവ്വരി ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് കട്ട പിടിക്കാതിരിക്കാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അതൊന്ന് ഉരുകി വരുമ്പോഴേക്കും അതിലേക്ക് വേവിച്ച് വെച്ച പൈനാപ്പിൾ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ വെള്ളമെല്ലാം വറ്റി കിട്ടണം. ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇവിടെ ഇപ്പം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ച ശർക്കരപ്പാനി ചേർക്കാം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ വറ്റി എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചവ്വരി ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ 2ാം പാലും കൂടെ ചേർക്കാം. 4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. പാലൊന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഉരുളിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് 1ാം പാൽ ഒഴിക്കുന്നത്. അത് നല്ല കട്ടിപ്പാലാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങാക്കൊത്തൂടെ ചേർക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പൈനാപ്പിൾ പ്രഥമനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.